സ്വാതന്ത്ര്യദിന ക്വിസ് മത്സരങ്ങളിൽ ചോദിക്കുന്ന പ്രധാനപ്പെട്ട 30 ചോദ്യോത്തരങ്ങൾ. ഇന്ത്യ 2025 എത്രാം വർഷമാണ് സ്വാതന്ത്ര്യം ആഘോഷിക്കുന്നത്? ഉത്തരം 79. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ ഇന്ത്യൻ ഗവർണർ ജനറൽ ആര്? ഉത്തരം സി രാജഗോപാലാചാരി. ഇന്ത്യയുടെ ആദ്യ രാഷ്ട്രപതി ആര്? ഉത്തരം ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇന്ത്യൻ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ആരാണ്? ഉത്തരം പിംഗല വെങ്കയ്യ. സ്വരാജ്യം എൻ്റെ ജന്മാവകാശമാണ് എന്ന് പറഞ്ഞത് ആര്? ഉത്തരം ബാലഗംഗാധര തിലക്. സൈമൺ കമ്മീഷൻ എന്തിനാണ് ഇന്ത്യയിൽ വന്നത്? ഉത്തരം ഭരണപരിഷ്കാരങ്ങൾ വിലയിരുത്താനായി. സൈമൺ കമ്മീഷനെതിരെ നടന്ന പ്രശസ്തമായ മുദ്രാവാക്യം എന്താണ്? ഉത്തരം സൈമൺ ഗോ ബാക്ക്. ഭാരതത്തിൻ്റെ ക്യാപിറ്റൽ ന്യൂഡൽഹിയായി മാറ്റിയത് ഏത് വർഷം? ഉത്തരം 1911. നേതാജി സുഭാഷ് ചന്ദ്രബോസ് സ്ഥാപിച്ച സേനയുടെ പേര് എന്ത്? ഉത്തരം ഇന്ത്യൻ നാഷണൽ ആർമി. സ്വാതന്ത്ര്യ സമരത്തിൽ സ്ത്രീകളുടെ പങ്ക് വഹിച്ച പ്രധാന നേതാവ് ആരായിരുന്നു? ഉത്തരം സർജൻ ലക്ഷ്മി. സ്വാതന്ത്ര്യദിനത്തിൻ്റെ ഔദ്യോഗിക ആഘോഷം എവിടെയാണ് നടക്കുന്നത്? ഉത്തരം ചെങ്കോട്ട. ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്ന വർഷം ഏത്? ഉത്തരം 1857. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ച സ്ഥലം ഏത്? ഉത്തരം മീററ്റ്, ഉത്തർപ്രദേശ്. ശിപ്പായി ലഹള എന്ന് ബ്രിട്ടീഷുകാർ വിളിച്ച സമരം ഏത്? ഉത്തരം 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ രക്തസാക്ഷി ആര്? ഉത്തരം മംഗൾ പാണ്ഡെ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രക്തസാക്ഷി ആര്? ഉത്തരം ഖുദീറാം ബോസ്. ഇന്ത്യക്ക് മതമല്ല ഭക്ഷണമാണ് വേണ്ടത് എന്ന് പ്രഖ്യാപിച്ച നവോത്ഥാന നായകൻ ആര്? ഉത്തരം സ്വാമി വിവേകാനന്ദൻ. 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ഏക ദേശീയ നേതാവ് ആര്? ഉത്തരം PR അംബേദ്കർ. ദേശീയ പതാകയെ ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചത് എപ്പോൾ? 1947 ജൂലൈ 22. സ്വാതന്ത്ര്യത്തിനു വേണ്ടി യാചിക്കുകയല്ല, അത് പിടിച്ചു വാങ്ങുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞ സ്വാതന്ത്ര്യ സമര സേനാനി ആര്? ഉത്തരം ലാലാ ലജ്പത് റായ്. റൗലറ്റ് ആക്ട് പാസാക്കിയ വർഷം ഏത്? ഉത്തരം 1919. 1857 സ്വാതന്ത്ര്യ സമരത്തെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ചത് ആര്? ഉത്തരം VD സവർക്കർ. അലിഗഡ് മൂവ്മെന്റിന്റെ സ്ഥാപകൻ ആര്? ഉത്തരം സർ സയ്യിദ് അഹമ്മദ് ഖാൻ. ഇന്ത്യ ഇന്ത്യക്കാർക്ക് എന്ന മുദ്രാവാക്യം ആദ്യമായി മുഴക്കിയത് ആര്? ഉത്തരം സ്വാമി ദയാനന്ദ സരസ്വതി. സ്വാതന്ത്ര്യത്തിന് മുൻപ് തുടർച്ചയായി കൂടുതൽ കാലം കോൺഗ്രസ് അധ്യക്ഷ പദവി വഹിച്ചത് ആര്? ഉത്തരം മൗലാന അബ്ദുൽ കലാം ആസാദ്. ഗാന്ധിജിയുടെ ആത്മീയ പിൻഗാമി എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം വിനോബ ഭാവെ. ഇന്ത്യ സ്വാതന്ത്ര്യം ആവുന്ന കാലത്ത് ഗവർണർ ജനറൽ ആരായിരുന്നു? ഉത്തരം മൗണ്ട് ബാറ്റൻ പ്രഭു. എൻ്റെ ഏകാംഗസേന എന്ന് ഗാന്ധിജിയെ വിശേഷിപ്പിച്ചത് ആര്? ഉത്തരം മൗണ്ട് ബാറ്റൻ പ്രഭു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ എത്ര നാട്ടുരാജ്യങ്ങൾ ഉണ്ടായിരുന്നു? ഉത്തരം 563. നമ്മുടെ ദേശീയ പക്ഷിയായി മയിലിനെ അംഗീകരിച്ച വർഷം ഏത്? ഉത്തരം 1963.